പിന്നെ റെഡ് അഗസ്ത്യയാണ്. ഇതിൻ്റെ രണ്ടിനം ഞാൻ എൻ്റെ തോട്ടത്തിൽ നട്ട് വളർത്തിയിട്ടുണ്ട്, വൈറ്റും റെഡും. ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ പൂക്കൾ വളരെയധികം ന്യൂട്രിയൻസ് ഉള്ള ഒരു പൂവാണിത്. ഇത് മുട്ടയായിട്ട് ചേർത്ത് ചിക്കി നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ്. പിന്നെ അതുപോലെ ഇത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മളിതിനെ പ്രൂൺ ചെയ്ത് വിടാറുണ്ട്. പ്രൂൺ ചെയ്യുന്നതനുസരിച്ച് കൂടുതലിത് പുഷ്പിക്കാറുണ്ട്. ഇത് പിന്നെ സീഡ്ലെസ് ലെമൺ എന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പം നിറയെ കാ പിടിച്ച് വരുന്നു. ഇതേ ഇവിടെ നോക്കിക്കേ, ഈ പൂക്കളൊക്കെ കണ്ടില്ലേ, ഉണ്ടോ? ഇവരെ ഞാൻ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും തന്നെ ഞാൻ കൂടെ പ്രൂണിങ് ചെയ്യാറുണ്ട്. പിന്നെ വളപ്രയോഗങ്ങളെല്ലാം തന്നെ ഒരേ രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ്. ഒരു സമയം നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കുന്ന എല്ലാവിധ വളങ്ങളും ഞാൻ എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സിനും കൊടുക്കാറുണ്ട്. സാധനം അത്യാവശ്യം പുളിയുള്ളതാണ്, പക്ഷേ എനിക്കൊത്തിരി ഇഷ്ടമാണ് ജ്യൂസ് അടിക്കാനായിട്ട്. ഞങ്ങൾ ഇത് പഴുത്ത് കഴിയുമ്പം രാവിലെ ഇത് പിന്നെ പുതിനയിലയും തേനും ഇഞ്ചിയും ഇതും കൂടെ ജ്യൂസാക്കി ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പേൾ മില്ലറ്റ് എന്നൊരു ഇനമാണിത്. നമ്മളിപ്പം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് കണ്ടോ, ഇത് കാ പിടിച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് തേനീച്ചകൾക്കും ഇതിനകത്ത് നിറയെ പൂമ്പൊടി ഉള്ള ഒരു സാധനമാണ്. കണ്ടില്ലേ, ധാരാളം തേനീച്ചകൾ, ചെറുതേനീച്ചയും വൻതേനീച്ചയും ഒക്കെ ഇതിൽ പൂമ്പൊടി ശേഖരിക്കാനായിട്ട് എത്താറുണ്ട്. ഇത് തക്കാളിയാണ്, നിറയെ പിടിക്കാറുണ്ട് ഇത്. ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ പ്രധാനമായിട്ട് ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നൈട്രജൻ വളങ്ങൾ കൂടുതൽ കൊടുക്കും. പിന്നെ അതുപോലെ പിന്നെ ഇത് ശിഖരങ്ങളൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഇതിന് കമ്പുകൾ നാട്ടി കൊടുക്കാറുണ്ട്, താങ്ങുകൾ കൊടുക്കാറുണ്ട് കായ്കൾ പിടിക്കുന്നതിന് മുമ്പ് തന്നെ. പിന്നെ പൂവിടുന്ന ഒരു സമയത്ത് പൊട്ടാസ്യം ചേർന്ന വളങ്ങൾ കൂടുതൽ കൊടുക്കും. പിന്നെ ഫിഷ് അമിനോ, എഗ് അമിനോ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട്. ഇത് ലെറ്റ്യൂസിൻ്റെ 2 വെറൈറ്റിയാണ്. ഇത് ബ്രൗൺ ലെറ്റ്യൂസും ഇത് പിന്നെ ഗ്രീൻ കളറിലെ ലെറ്റ്യൂസും. ഇതൊരു വിദേശ ഇനം ലീഫി വെജിറ്റബിളാണ്. നമ്മൾ സാധാരണ നമ്മുടെ പച്ചക്കറി കടകളിലൊന്നും ഈ ഇലകൾ നമുക്ക് കിട്ടാറില്ല. പിന്നെ കൂടുതലായിട്ടും സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. അവിടെയൊക്കെ തന്നെയാണേലും ഇത് വളരെയധികം, ഇത് ഒരു കിലോ 250 രൂപ വിലയ്ക്കൊക്കെയാണ് അവർ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തി നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഭക്ഷിക്കാമല്ലോ. അത് കടകളിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് അവർ വിഷമടിച്ചതൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എടുത്ത് നമ്മുടെ സാലഡുകളിലും ഫുഡിലും ഒക്കെ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടാണ് ഇത് നട്ട് വളർത്തിയേക്കുന്നത്. ഇത് ബേറാപ്പിൾ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇത് എലന്തപ്പഴം എന്ന് പറയും. അപ്പോൾ ഇത് നിറയെ പൂക്കളുണ്ടാവും, നിറയെ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ള ഒരു പ്രൂണിങ് ഇതിന് അത്യാവശ്യമാണ്. പ്രൂണിങ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ വളപ്രയോഗങ്ങളും കൊടുക്കുമ്പോൾ ഇവർ നിറയെ പുഷ്പിച്ച് കായ്കൾ തരാറുണ്ട്. പിന്നെ ഇതിനകത്ത് പരാഗണം പ്രധാനമായും കടന്നൽ, തേനീച്ച ഒക്കെയാണ് ഇതിനകത്ത് പ്രധാനമായും പരാഗണം നടത്തുന്നത്. 8 ഇനം മാവുകളാണ് ഞാൻ എൻ്റെ ടെറസിൽ നട്ട് വളർത്തിയേക്കുന്നത്. ഇതിപ്പോൾ ഓൾ സീസൺ മാവെന്ന് പറഞ്ഞൊരു മാവാണ്. ഓൾ സീസൺ, അതുപോലെ കാലാപ്പാടി, ഇത് കുളമ്പ്, ഇതൊക്കെ ഇത്തവണ കായ്ച്ച മാവുകളാണ്. പിന്നെ നാംഡോക്ക്, പിന്നെ അതുപോലെ സൂപ്പർ ക്വീന്, ഇത് കോട്ടൂർ കോണ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് കായ്ച്ചിട്ടില്ല. കോട്ടൂർ കോണ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവാണ്. പിന്നെ കോട്ടപ്പറമ്പൻ, അങ്ങനെ 8ഓളം ഇനം മാവുകൾ ഞാൻ ഡ്രമ്മുകളിലായിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നല്ല പിന്നെ പോഷക സമൃദ്ധമാണ്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഈ ചീര കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി നല്ലതാണെന്ന് പറയപ്പെടുന്നു. 60 ബൈകളിലായിട്ട് ഞാൻ മഞ്ഞൾ നട്ടിട്ടുണ്ട്. 3 ഇനത്തിൽപ്പെട്ട മഞ്ഞളാണ് നട്ടിരിക്കുന്നത്. പ്രതിഭ മഞ്ഞൾ, നാടൻ മഞ്ഞൾ, വയനാടൻ മഞ്ഞൾ. ഇതിൽ നിന്ന് എനിക്ക് നല്ലൊരു വിളവ് കിട്ടാറുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയും പുറത്തേക്ക് വിപണനം ചെയ്യാനുള്ള പൊടിയും എനിക്കിതിനകത്ത് നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഞാൻ നട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഞാൻ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പിന്നെ സോപ്പ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് സോപ്പിൽ കസ്തൂരി മഞ്ഞൾ സോപ്പിൽ ഈ കസ്തൂരി മഞ്ഞൾ ഒത്തിരി ആവശ്യമാണ്. അപ്പോൾ അതുപോലെ പിന്നെ ഫേസ് പാക്കുകൾ അങ്ങനെ അതിലേക്കെല്ലാം വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ ഇത് പൊടിയാക്കി വിപണനവും ചെയ്യാറുണ്ട്. ഇത് സ്വീറ്റമ്പഴാണിത്.
പിന്നെ നിറയെ പിടിക്കും. അത് പിന്നെ പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തിയേക്കാണ് ചെറിയൊരു ഡ്രമ്മിൽ. അപ്പോൾ നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനും പച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ വൻതേനീച്ചയും ചെറുതേനീച്ചയും വളർത്തുന്നുണ്ട്. വൻതേനീച്ചയുടെ 3 പെട്ടികളും ചെറുതേനീച്ചയുടെ 7 പെട്ടികളുമാണ് എനിക്കുള്ളത്. അതിൽ ഓരോ പെട്ടി വീതം ഞാൻ എൻ്റെ ടെറസിൽ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പോളിനേഷൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തേനും കിട്ടാറുണ്ട്. കഴിഞ്ഞ സമയത്ത് ഒരു 5 കിലോയോളം തേൻ എനിക്ക് ഇവരിൽ നിന്ന് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അട ഉരുക്കി ഞാൻ ബീ വാക്സ് ആക്കിയിട്ട് അതുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ലിപ് ബാം, പിന്നെ അതുപോലെ ക്രീമുകൾ, പിന്നെ പെയിൻ ബാം, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. 4-5 ബാഗുകളായിട്ട് കൂർക്ക പിന്നെ നട്ട് വളർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പിന്നെ കൂർക്ക പിന്നെ കുഴിച്ചിട്ട് അതിനകത്തുനിന്ന് കിഴങ്ങിൽ നിന്ന് വരുന്ന തണ്ടുകൾ മുറിച്ചാണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ വളരുന്നതനുസരിച്ച് മണ്ണിട്ട് കൊടുക്കും. കൂർക്ക എനിക്ക് നല്ലൊരു രീതിയിൽ കൂർക്ക എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത്. 3 ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ 5 ഡ്രമ്മുകളിലായിട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് പിങ്ക്, വൈറ്റ്, പിന്നെ ഒരു വയലറ്റ്, പർപ്പിൾ കളറിൽ, അങ്ങനെ 3 ഇനം ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിൽ നിന്ന് എനിക്ക് നല്ലൊരു വിളവ് എനിക്ക് പിന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കടകളിൽ നിന്ന് മേടിച്ച് കഴിച്ച ഓർമ്മ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ അത് അയ്യേ കൊള്ളില്ല എന്നൊരു ചിന്താഗതിയായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വളരെയധികം ടേസ്റ്റിയാണ്, ജ്യൂസിയാണ്. നമുക്ക് വീണ്ടും 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 കഴിക്കാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണ്. കുക്കുംബറിൻ്റെ ഒരു 3 ഇനമാണ് ഞാനിവിടെ നട്ട് വളർത്തിയേക്കുന്നത്. ബ്രൗൺ കുക്കുംബർ, പിന്നെ സാദാ കുക്കുംബർ, പിന്നെ സാനിയ എന്ന് പറഞ്ഞ ഇനം. അങ്ങനെ 3 ഇനം കുക്കുംബറാണ് ഞാൻ വളർത്തിയേക്കുന്നത്. ഈ പന്തൽ വിളകൾക്കെല്ലാം തന്നെ ഞാൻ ഇത് പിന്നെ ബാഗിൽ നിന്ന് വളർന്നൊരു 15 ഇലയാകുമ്പോൾ തന്നെ ഞാൻ ഇവരെ പ്രൂൺ ചെയ്ത് വിടാറുണ്ട്. അത് മണ്ടനുള്ളി വിടും. അപ്പം പിന്നീട് കൂടുതൽ തളിർപ്പുകൾ അതിനകത്ത് നിന്ന് വരും. അപ്പോൾ അങ്ങനെ ആ തളിർപ്പുകൾ വരുന്നതനുസരിച്ച് ഇവരുടെ തലപ്പ് ഞാൻ നുള്ളി വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിനകത്തുണ്ടാകുന്ന പൂക്കളെല്ലാം കൂടുതലും പെൺപൂക്കൾ കൂടുതലുണ്ടാകുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂക്കളുണ്ടാകുമ്പോൾ തന്നെ ഞാനിവരെ പിന്നെ കവർ ചെയ്ത് അതിൻ്റെ പിന്നെ പൂ മാത്രം വെളിയിൽ നിർത്തിക്കൊണ്ട് പിന്നെ അതിൻ്റെ പൂവിൻ്റെ ആ ഭാഗം പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കാറുണ്ട്. കാരണം കായ്ച്ചയിൽ നിന്ന് സംരക്ഷിക്കാനാണ്. കായ്ച്ച കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കായ് പോക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം കായ്ച്ചയുടെ കെണി ഞാൻ തോട്ടത്തിൽ തൂക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കായ്ച്ച അട്രാക്റ്റഡായിട്ട് വന്ന് ചത്ത് കിടക്കുന്ന കണ്ടില്ലേ. പിന്നെ പോളിനേഷനൊക്കെ നടന്നതിന് ശേഷം ഞാൻ ഇതുപോലെ കവറുകളിലാക്കി കവർ ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ടെറസിൽ പച്ചക്കറികൾ നടാൻ പൊതുവേ എല്ലാവർക്കും ഒരു മടിയാണ്. കാരണം വീട് ചീത്തയാകും, ടെറസ് മോശമാകും എന്നുള്ളൊരു പേടി. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെറസിൽ നല്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് ചെടികൾ നടാം. ആദ്യം തന്നെ ടെറസ് നന്നായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക. വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ ചെടികൾ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ചെടികൾ വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാം സ്റ്റാൻഡുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് തറയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഈ ചെടികൾക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ടെറസിന് യാതൊരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് പിന്നെ സംരക്ഷിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇവർക്ക് പിന്നെ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ വളങ്ങളെല്ലാം തന്നെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. ചാണകപ്പൊടി ഒഴികെ ബാക്കി എല്ലാ വളങ്ങളും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് എടുക്കുന്നത്. കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി, പിന്നെ അതുപോലെ കോഴിവള സ്ലറി, പിന്നെ ഫോളിയാർ വളങ്ങളായിട്ട് പിന്നെ ഫിഷ് അമിനോ, എഗ് അമിനോ, അതുപോലെ പഴത്തൊലി ശർക്കര മിശ്രിതം, പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവർക്ക് ഫോളിയറായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ പിന്നെ കൊടുക്കുന്ന പ്രധാന വളം ജീവാണു വളങ്ങളാണ്. OWDC, NPK, ഇതിൻ്റെയൊക്കെ കൾച്ചർ ഞാൻ മദർ കൾച്ചർ വാങ്ങി വീട്ടിൽ തന്നെ ശർക്കര ചേർത്ത് പുളിപ്പിച്ച് അത് പിന്നെ ലൈനിയാക്കി നേർപ്പിച്ച് ഇവർക്ക് സ്പ്രേ ആയിട്ടും ചുവട്ടിലും കൊടുക്കാറുണ്ട്. പിന്നെ കീടനിയന്ത്രണത്തിനായിട്ടും ബിവേറിയ എന്ന വളം അത് ഞാൻ മദർ കൾച്ചർ വാങ്ങി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വീണ്ടും ശർക്കര ഒഴിച്ച് പിന്നെ പ്രിപ്പയർ ചെയ്ത്
ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് ഇവരെ രക്ഷിക്കാൻ സാധിക്കും. അതായത് കീടങ്ങളുണ്ടായിട്ട് പിന്നെ നമ്മൾ ഇത് മരുന്നുകൾ അടിക്കാതെ കീടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് നമ്മുടെ ചെടികളെ ഒരു പരിധി വരെ കീടങ്ങളിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതായത് പിന്നെ കൃത്യമായ രീതിയിലൊരു പരിചരണം ഇതൊക്കെ നമ്മൾ കൊടുത്താലും നമ്മുടെ ഒരു നിരീക്ഷണം എപ്പോഴും ആവശ്യമാണ്. രാവിലെയും വൈകുന്നേരം ചെടികളെ നോക്കി എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൈകൊണ്ട് പെറുക്കി കളയുക എന്നുള്ളത് ഒരു നല്ല മാർഗ്ഗമാണ്. ഇങ്ങനെ കൃഷി ചെയ്യുന്നതിന് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. ഇതിനു വേണ്ട എല്ലാ പിന്നെ കാര്യങ്ങളും എനിക്ക് അടുപ്പിച്ച് തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഡീനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒത്തിരി തിരക്കുകളുള്ള ആളാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിലും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ അടുപ്പിച്ച് തരാറുണ്ട്. താഴെ നിന്ന് ഈ വളങ്ങളെല്ലാം ടെറസാകുമ്പോൾ മുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒഴിക്കാൻ പറ്റുകയുള്ളൂ. ആ വളങ്ങളൊക്കെ തന്നെ അദ്ദേഹമാണ് എനിക്ക് മുകളിൽ എത്തിച്ച് തരുന്നത് കുറേശ്ശെ വീതം. പിന്നെ അങ്ങനെ എൻ്റെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ കൃഷി നന്നായിട്ട് ചെയ്യുന്നത്. പിന്നെ രാത്രിയാണേലും പകലാണേലും പകലോ രാത്രിയോ നോക്കാതെ ഞാൻ ഇവിടെ രാത്രി കാലങ്ങളിൽ ലൈറ്റുണ്ട്. അപ്പോൾ അവിടെ വന്ന് എത്ര സമയം വേണേലും പിന്നെ ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും അപ്പം ഞാൻ വരുന്നിടം വരെ എന്നെ നോക്കിയിരിക്കാനും ഒക്കെ ഇവർ തയ്യാറാണ്. പിന്നെ അതുപോലെ എൻ്റെ കൃഷിഭവൻ അവിടെ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ കൃഷി ഓഫീസർമാരും ഒക്കെ പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന കൃഷി ഓഫീസർ ശരത് സാറും അതുപോലെ മുൻ കൃഷി ഓഫീസറായിരുന്ന ബിജു സാറും ഇവർ രണ്ടുപേരും എൻ്റെ കൃഷിയിൽ എന്നെ ഒത്തിരി അധികം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. വിത്തുകളായും തൈകളായും പിന്നെ വളങ്ങളായും അങ്ങനെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് എൻ്റെ കൃഷിഭവനിൽ നിന്ന് കിട്ടാറുണ്ട്. ഇതിൻ്റെ പിന്നെ സീഡ്സ് എനിക്ക് പിന്നെ നാടൻ സീഡ്സൊക്കെ ഞാൻ ഇവിടെ തന്നെ പാകും. പിന്നെ പ്രധാനമായി എനിക്ക് സീഡ്സ് പിന്നെ ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ഹരിത കേരളം ഗ്രൂപ്പുണ്ട്. അവിടുത്തെ അഡ്മിൻ സുരേഷ് സാറും സിസിലി ചേച്ചിയും എന്ത് വിത്തുകൾ എനിക്ക് ചോദിച്ചാലും ഉടൻ തന്നെ എനിക്ക് അയച്ചു തരാറുണ്ട്, നല്ല ഇനം വിത്തുകൾ. പിന്നെ അതുപോലെ തൈകളായിട്ട് ഞാൻ വില്ലേജ് അഗ്രോ എന്നൊരു സ്ഥാപനത്തെയാണ് പിന്നെ സ്ഥാപനം വഴിയാണ് വരുത്തുന്നത്. അത് കൊറിയർ വഴിയാണ് തൈകൾ വരുത്തുന്നത്. അപ്പോൾ ഇത് പിന്നെ ഈ ടെറസിൽ ഇത്രയധികം പച്ചക്കറികൾ നിൽക്കുന്നു. അപ്പം നല്ലൊരു വിളവ് എനിക്ക് കിട്ടാറുണ്ട്. ഇത് മുഴുവനും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ബാക്കി വരുന്ന പച്ചക്കറികൾ ഞാൻ പിന്നെ എൻ്റെ പുറത്തേക്ക് വിപണനം ചെയ്യാറുണ്ട്. ഇത് ഓർഗാനിക് പച്ചക്കറികൾ ആവശ്യപ്പെട്ട് തന്നെ ആൾക്കാർ വരാറുണ്ട്. അവർക്ക് ഞാൻ ഓർഗാനിക്കിൻ്റെ വിലയിൽ തന്നെ ഞാൻ പിന്നെ വിപണനം ചെയ്യാറുണ്ട്. സമയമില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ടെറസ് കാണും. ആ ടെറസൊക്കെ ഇങ്ങനെ ഉപയോഗശൂന്യമായി ഇടാതെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് തന്നെ ഒരു ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. അതുവഴി വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ വെറുതെ നമ്മുടെ TV സീരിയലുകൾക്കും പിന്നെ ഫോണിലും തോണ്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് പിന്നെ നല്ല ഇനം പച്ചക്കറികളും കിട്ടും. പിന്നെ നമുക്ക് മാനസികമായി നല്ലൊരു ഉല്ലാസമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. പിന്നെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. എൻ്റെ പേര് അനിത M. കാസിം. ചങ്ങനാശ്ശേരിയിൽ ഫാത്തിമാപുരം ആണ് താമസിക്കുന്നത്. പിന്നെ 10 വർഷത്തോളമായി ഞാൻ ടെറസ് കൃഷി തുടങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും ഞാൻ ടെറസിൽ തന്നെ വിളയിച്ചെടുക്കുന്നു. പുറത്തൊന്നും ഒന്നും തന്നെ ഞാൻ വാങ്ങാറില്ല. പൂർണ്ണമായും ജൈവിക രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. കൂൺഗ്രാമം പദ്ധതി വഴി പിന്നെ കൃഷിഭവനുമായിട്ട് സഹകരിച്ച് 80 ബെഡ് കൂണുകളാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ 40 ബെഡ് നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞ് ബാക്കി 40 ബെഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ വിവിധ ഇനം സോപ്പുകളാണ്. പിന്നെ കറ്റാർവാഴയുണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ അതുപോലെ മഞ്ചിഷ്ട, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ വിവിധ ഇനം സോപ്പുകൾ. ഈ കറ്റാർവാഴയും കസ്തൂരി മഞ്ഞളും ഒക്കെ എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള പ്രോഡക്ട്സ് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തേനും തേനീച്ചയുടെ മെഴുകും ചേർത്തുണ്ടാക്കുന്ന സോപ്പുകളാണ് ഇതൊക്കെ. ഇത് പിന്നെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പാണ്. അതിനകത്ത് ചേർത്തിരിക്കുന്നത് രക്തചന്ദനവും മഞ്ചിഷ്ടയും ഹണിയാണ് ചേർത്തേക്കുന്നത്. ഇത് ശംഖുപുഷ്പം
ഗോട്ട് മിൽക്കിൻ്റെ ബേസും ശംഖുപുഷ്പവും ഹണിയും ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സോപ്പ്. പിന്നെ ഇതൊക്കെ പിന്നെ ഹണി ടൂത്ത് പേസ്റ്റാണ്. ഹണി ടൂത്ത് പേസ്റ്റ് അത് പിന്നെ ഉമി വറുത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, തിപ്പല്ലി, കറുവപ്പട്ട അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് ഹണിയും കൂടെ ചേർത്ത് അവസാനം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഈ ലിപ് ബാം പിന്നെ നമ്മുടെ തേനീച്ച മെഴുക്, കൊക്കോ ബട്ടർ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ നല്ല എല്ലാം ഓർഗാനിക് പ്രോഡക്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ലിപ് ബാം. പിന്നെ ഇത് രണ്ടും ലിപ് ബാം 2 കണ്ടെയ്നറുകളിലായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് മൊസ്കിറ്റോ റിപ്പല്ലൻ്റാണ്. അതും ബീ വാക്സും നമ്മുടെ കോക്കനട്ട് ഓയിലും യൂക്കാലിപ്റ്റസ് ഓയിലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണിത്. വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിപ്പം കുറച്ച് പ്രോഡക്ട്സൊക്കെ ഞാൻ പിന്നെ നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ പിന്നെ ക്ലാസ്സിന് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഇപ്പോൾ ഈ ബീ വാക്സിൻ്റെ ബോഡി ക്രീം, പിന്നെ അതുപോലെ മൊസ്കിറ്റോ റെപ്പല്ലൻ്റ്, പിന്നെ ഫേസ് പാക്ക്, അതൊക്കെ ഞാൻ അവിടുത്തെ സാറുമാർ പഠിപ്പിച്ചതാണ്. പിന്നെ കുറേയധികം പ്രോഡക്ട്സ് ഞാൻ ഓൺലൈനായിട്ട് ലിപ് ബാം, സോപ്പുകളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചെടുത്തതാണ്. അപ്പം ഇതിനകത്ത് പിന്നെ കല്ലുകൾ കെട്ടിയിട്ടില്ല, അടുക്കി വെച്ച് അപ്പോൾ ഓൺലൈനിലൂടെ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു 45 ഗിഫ്റ്റ് തിലാപ്പിയ എന്ന മത്സ്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പുള്ളൊരു സമയത്ത് വിളവെടുത്തപ്പോൾ എനിക്ക് 900-ന് 1 കിലോയ്ക്ക് അടുത്ത വെയിറ്റ് ഒരു മീനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ മീനുകളാണ്. പിന്നെ ഇവർക്ക് ഞാൻ പെല്ലറ്റ് കൂടാതെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് സോൾജിയർ ഫ്രൈയുടെ ലാർവകളെ ഞാനിവിടെ കമ്പോസ്റ്റിനകത്ത് വളർത്തുന്നുണ്ട്. ആ തീറ്റയുടെ ആണ് ഇവർക്ക് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേന് ഇവർക്ക് വളരെ ഒരു ഫാസ്റ്റ് ഗ്രോത്താണ് ഞാൻ കാണുന്നത്. അപ്പം പിന്നെ ഇതിനകത്തുള്ള വെള്ളം, മീനിൻ്റെ വിസർജ്യം അടങ്ങിയ വെള്ളം മോട്ടർ വെച്ച് ഈ ബെഡിലേക്ക് അടിച്ച് കയറ്റുന്നു. എന്നിട്ട് ചെടികൾ ആ വിസർജ്യം പിന്നെ വലിച്ചെടുത്തതിന് ശേഷം അവർ വളവാക്കി അത് ഉപയോഗിക്കുന്നു. എന്നിട്ട് ബാക്കി വെള്ളം ഫിൽറ്റർ ചെയ്ത് വീണ്ടും ഇതിലേക്ക് പിന്നെ ഒഴുകുന്നു. ഇപ്പോൾ ഇത് ഞാൻ പിന്നെ BV380 കോഴിയാണ് ഇവിടെ വളർത്തുന്നത്. അപ്പോൾ ഇവർ പിന്നെ 360 ദിവസം മുട്ടയിടുന്ന മുട്ടക്കോഴികളാണിത്. ഇവർക്ക് ഞാൻ പെല്ലറ്റാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത്. 100 ഗ്രാം പെല്ലറ്റ് ഒരു ദിവസം കൊടുക്കും. പിന്നെ ഇലകൾ, നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള ഇലകൾ കൊടുക്കും. പിന്നെ ഇവരുടെ വളം പിന്നെ കമ്പോസ്റ്റാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ മുട്ട നമുക്ക് ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കുന്നു, പുറത്ത് വിപണനം ചെയ്യാനും കിട്ടുന്നു. പിന്നെ ചെടികളിൽ നിന്ന് കിട്ടുന്ന അസോളയും ഇലയും ഒക്കെ ഞാൻ ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ പിന്നെ സോൾജിയർ ഫ്ലൈയുടെ ലാർവയുടെ കുഞ്ഞുങ്ങളെ ലാർവകളെ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന വഴി എനിക്ക് തീറ്റ ഒരു പരിധിവരെ ലാഭിക്കാനും സാധിക്കുന്നുണ്ട്.